എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. 2016 ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2021 വന്നപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ ആഭ്യന്തരമന്ത്രി, ചാമക്കാല ഏത് മന്ത്രിയായിരുന്നു എന്നറിയില്ല. പക്ഷെ 2021 ഫലം വന്നപ്പോൾ എന്താ കണ്ടത്? ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റ് 93, 99 അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം എന്തുകൊണ്ട്, ഒന്നാം തുടർഭരണത്തിന് സഹായകരമായ എല്ലാ ഘടകങ്ങളും നിലനിൽക്കുന്നു. ഒന്നാമത്തെ ഘടകം ഞാൻ പറയാം. ഇവിടെ ഉണ്ടായ പ്രളയം, ഇവിടെ ഉണ്ടായ നിപ്പ, ഇവിടെ ഉണ്ടായ ജീവിത ദുരിതങ്ങൾ, ഈ ദുരിതങ്ങളിൽ മാതൃകാപരമായ നിലപാട് ഒന്നാം പിണറായി സർക്കാർ എടുത്തു. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഈ മലപ്പുറം ജില്ലയിൽ സമീപകാലത്താണ് നിപ്പ രോഗം വന്നത്. എന്നിട്ട് ഒരാൾക്ക് നിപ്പ രോഗം വന്നാൽ നിപ്പ രോഗം ബാധിച്ചയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധിക്കുകയേ ഇല്ല എന്നാണ് വിശ്വാസം. ഓഹോ, ഇതാ മലപ്പുറത്ത് കേരളത്തിന്റെ വിസ്മയം. നിപ്പ രോഗിയെ മോചിപ്പിച്ച, ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയല്ലേ? കേരളത്തിന്റെ ആരോഗ്യ മേഖല LDFന്റേതാണ്. എന്തോ എങ്ങനെ ഇത് തകർന്നു എന്ന് പറയുന്നവർ, ഇത് തകരുകയല്ല, രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നവർ. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ രോഗി മരിക്കൂ എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞെന്താണ്? എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. കോവിഡ് വരുമ്പോ ഒരൊറ്റയാളെയും ചികിത്സിക്കരുത്. നിങ്ങൾ എന്ത് മെത്തേഡാ സ്വീകരിക്കേണ്ടത്? അമേരിക്കൻ മാതൃകയിലാണ് ചെയ്യേണ്ടത്. കണ്ടെയ്ൻമെന്റ് മെത്തേഡ് അല്ല വേണ്ടത്. അവരിഷ്ടം പോലെ പോകട്ടെ. ഇതല്ലേ രമേശ് ചെന്നിത്തലയുടെ മാതൃക? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോക മാതൃകയായി കേരളം വന്നു. നിപ്പ രോഗത്തിന്റെ പ്രതിരോധ കാര്യത്തിൽ ലോക വിസ്മയമായി കേരളം വന്നു. ഒരു ദുരിതം വരുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയൻ സർക്കാർ ഉയർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തൊട്ടടുത്ത് നിലമ്പൂരിലെ മനുഷ്യർ വയനാട്ടിൽ കാണുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? അതുകൊണ്ട് കേരളം വളർന്നു എന്ന് ഞങ്ങൾ ആധികാരികമായി ബഡ്ജറ്റ് രേഖകൾ കൊണ്ട് തെളിയിക്കുന്നു. ബഹുമാനപ്പെട്ട CPMന്റെ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോണു? ഇവിടെ ചികിത്സിച്ചുകൂടെ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പെട്ടെന്ന് മറുപടി എടുത്തു പോയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകണമെന്നുള്ള ന്യായമായ ചോദ്യമാണ്. നവകേരള സദസ്സിന്റെ വേദിയിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ അന്നത്തെ MLA പറഞ്ഞു. എന്താ പറഞ്ഞത്? 2215 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ തന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ ബഹുമാനപ്പെട്ട ചാമക്കാലയുടെ പാർട്ടി പറഞ്ഞു അൻവർ ആഫ്രിക്കയിലായിരുന്നു, MLA ഒന്നും അറിഞ്ഞിട്ടില്ല. സർക്കാർ 2215 കോടി രൂപയുടെ വികസനം ഇവിടെ നടത്തിയെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മലയോര പാതയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മലയോര പാതയിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇത്രയൊക്കെ മെച്ചപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് US-ലേക്ക് പോകുന്നത്? കൃത്യമായിട്ട് പറയാം. ആരോഗ്യ മേഖലയുടെ ഒന്നാമത്തെ നേട്ടം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യ മേഖലയുടെ മികവുകളിൽ നമ്പർ 1 ഇന്ത്യ രാജ്യത്ത് 1ാം സ്ഥാനം കേരളത്തിന് ആരോഗ്യ മേഖലയ്ക്ക് തരുന്നത് നീതി ആയോഗാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? എന്തുകൊണ്ട്? ശിശു മരണ നിരക്ക് അതേന്നെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. ശരി. അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. 2016 മുമ്പ് അങ്ങനെ തന്നെയല്ലേ? ആർജിച്ചതാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞുതരാം. ആ ആർജിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ആർദ്ര മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്. ഞങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ്. തകർക്കുമെന്ന് പറഞ്ഞവരാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാം. ഞാൻ ചോദിച്ചത് മറുപടി പറയണം. അല്ല, അദ്ദേഹം മറുപടി പറയണം. ഒരു മറുപടി പറയാൻ ആയല്ലോ പഠിച്ചോനെ. അല്ല, ശരിയാണ്. നമ്മളെല്ലാരും കേട്ടു, ലൈവായിട്ട് ആളുകൾ കേട്ടു. അപ്പൊ അദ്ദേഹം അതിൽ മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. അമേരിക്ക പോകണു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം താല്പര്യമില്ലാന്നുള്ള കാര്യം ഉത്തരമില്ല. ഒരു ചോദ്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി
മതരാഷ്ട്രവാദം ഉന്നയിച്ചു, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന വി ഡി സതീശന്റെ പ്രസ്താവന ശരിയാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറാകുന്നുണ്ടോ എന്നാണ് മലപ്പുറത്തെ മനുഷ്യർ ചോദിക്കുന്നത്. മലപ്പുറത്തെ മനുഷ്യർ എന്ത് ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. CPM ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രം താങ്കൾ പറഞ്ഞാൽ മതി. അതല്ല, എന്നാൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, മലപ്പുറത്തെ മനുഷ്യരെ വിട്ടേര്. വി ഡി സതീശൻ ആ പ്രസ്താവനയ്ക്ക് ആധാരമായ എന്തു തെളിവാണ് നിലമ്പൂരിലെ മനുഷ്യരുടെ മുന്നിൽ ഹാജരാക്കുന്നത്? എന്തു തെളിവ് എന്ന പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? അപ്പോ LDF-നെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDF-നെ പിന്തുണച്ചതെന്ന് CPM-ന്റെ പ്രതിനിധികൾ സമ്മതിക്കുകയാണ്. അല്ലേ? അതല്ലേ ശരി? വി ഡി സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ചാമരക്കാലയ്ക്ക് പോലും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ മണ്ണിൽ വി ഡി സതീശൻ പറഞ്ഞ തെളിവ് വെളിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അത് പച്ചക്കള്ളമാണ്. ഞാൻ ആ തെളിവ് ഹാജരാക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അവർ മതരാഷ്ട്രവാദികളാണെന്ന് നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയും. അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വോട്ട് കിട്ടിയിട്ടില്ലേ? അല്ല, പറയാം. വോട്ട് കിട്ടിയിട്ടില്ലേ? വോട്ട് കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊരു ഹൈ വോൾട്ടേജ് അതിനൊക്കെ നിനക്ക് വേറെ പണിയില്ലേ? എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ബഹുമാനായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള ശ്രീ അനിൽകുമാർ സാർ, അദ്ദേഹം പറഞ്ഞു ആരോഗ്യ മേഖലയിൽ അനുഭവിച്ച ഏറ്റവും നമ്പർ 1 ആണ്. കുഴപ്പമായി തോന്നുന്നത് ആരോഗ്യ മേഖലയിൽ നിങ്ങൾ 1-ാം നമ്പർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കേരളത്തേക്ക് നോക്കുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ യാത്ര ചെയ്താൽ മരുന്നില്ലാത്ത, യന്ത്രങ്ങളില്ലാത്ത, ഡോക്ടർ ഇല്ലാത്ത, കൃത്യതയില്ലാത്ത സാർ ഉള്ള ആളുകളല്ലേ സാർ? അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതായത് CPM-ന്റെയോ കോൺഗ്രസിന്റെയോ എല്ലാവരുടെയും അച്ഛനമ്മമാർക്ക് 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതി എന്താണ് സാർ നിങ്ങളുടെ വീണ മന്ത്രി അത് കരാർ ഒപ്പിടാത്തത്? അത് പിന്നെ ബോട്ടുണ്ട് സാർ, ബോട്ട് കപ്പിത്താനുണ്ട് സാർ. ആ ഡയലോഗ് അടിച്ച മന്ത്രി ഉണ്ടല്ലോ, പേപ്പർ ബോട്ട് ഓടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.